ഹലോ നമസ്കാരം കൂട്ടുകാരെ. കാറ്റഗറി നമ്പർ 697/2022 മെയിൻ എക്സാം എഴുതാൻ പോകുന്ന LGSൻ്റെ മെയിൻ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആദ്യം തന്നെ ആശംസകൾ അർപ്പിക്കുകയാണ്. കൂടാതെ നമുക്ക് നമ്മുടെ സിലബസ് എന്താണെന്ന് നോക്കി സിലബസ് വൈസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോവാം. ഇതൊരു റിവിഷൻ മാത്രമേ ആവുന്നുള്ളൂ. നമുക്കിനി ആകെ 40 ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ സിലബസ് അനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ 40 ദിവസം കൊണ്ട് നമുക്ക് തന്നിട്ടുള്ള സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളെല്ലാവരും തന്നെ കൂടെ കാണും എന്നുള്ള വിശ്വാസത്തിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതിന് മുന്നേ മാർക്ക് വിഭജനം എങ്ങനെയാണെന്ന് നോക്കാം. പൊതുവിജ്ഞാനം 40 മാർക്ക്, ആനുകാലികം 20, സയൻസ് 10, പൊതുജനാരോഗ്യം 10, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും എത്രയാണ്? 20 മാർക്ക്. അപ്പോൾ മാത്സിന് 20 മാർക്കാണ്. സയൻസ് എന്ന് പറയുമ്പം അതിൽ പൊതുജനാരോഗ്യം ചേർത്തി കഴിഞ്ഞാൽ എത്രയായി? 20 മാർക്ക് സയൻസ് ആയി അല്ലേ. അപ്പോൾ ആനുകാലികം 20, പൊതുവിജ്ഞാനം 40. ഇതിൽ ആനുകാലികവും അതുപോലെ ഗണിതവും ഒഴിച്ച് ബാക്കിയുള്ള 60 മാർക്കിൻ്റെ വിഷയങ്ങളാണ് നമ്മൾ ഈ 40 ദിവസത്തെ ടാർഗറ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ മൊഡ്യൂളായിട്ട് വേഗം പഠിച്ച് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് മൊഡ്യൂളിൽ എന്താ തന്നിരിക്കുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവയാണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിച്ചങ്ങ് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായം കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരായിരുന്നു പോർച്ചുഗീസുകാർ. നോക്കൂ, അതിനു മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ഈ യൂറോപ്യന്മാരുടെ കടന്നുകയറ്റമൊന്നും നമുക്ക് ഈ മൊഡ്യൂളിൽ തന്നിട്ടില്ല എങ്കിലും നമ്മൾ അത് ഉൾപ്പെടുത്തി തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. SCERTയിൽ വരുന്ന പാഠഭാഗങ്ങളാണ്. ആധുനിക ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു പാഠമായതുകൊണ്ട് ഒഴിച്ചു നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിന്റിലോട്ട് കിടക്കാം. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യരാണ് പോർച്ചുഗീസുകാർ. കറുത്ത പൊന്നെ എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. കുരുമുളക്. വാസ്കോഡ് ഗാമ കോഴിക്കോടിനടുത്ത് കാപ്പാട് കപ്പലിറങ്ങിയത് ഏത് വർഷം? 1498 മെയ് 20-നാണ് വാസ്കോഡ് ഗാമ കോഴിക്കോടിനടുത്ത് കാപ്പാട് കപ്പലിറങ്ങിയത്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു? ഗോവ, ദാമാൻഡ് ദിയു എന്നിവയാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. പറങ്കികൾ എന്നറിയപ്പെട്ടത് പോർച്ചുഗീസുകാരാണ്. കോട്ടപ്പുറം കോട്ട എവിടെയാണ്? തൃശ്ശൂരുള്ള കോട്ടപ്പുറം കോട്ട, സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ എന്നിവ നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. തൃശ്ശൂരുള്ള കോട്ടപ്പുറം കോട്ട, കണ്ണൂരുള്ള സെന്റ് ആഞ്ചലോസ് കോട്ട എന്നിവ നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, കശുവണ്ടി, വറ്റൽമുളക്, പുകയില എന്നിവ കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, കശുവണ്ടി, വറ്റൽമുളക്, പുകയില എന്നിവ കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ അച്ചടി യന്ത്രത്തിന്റെ പ്രചരണത്തിനിടയാക്കിയത്, ചവിട്ടുനാടകം എന്ന കലാരൂപത്തിന്റെ വികസനത്തിന് കാരണം എന്നിവ പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ അച്ചടി യന്ത്രത്തിന്റെ പ്രചരണത്തിന് ഇടയാക്കിയത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ചവിട്ടുനാടകം എന്ന കലാരൂപത്തിന്റെ വികസനത്തിനും കാരണം പോർച്ചുഗീസുകാരാണ്. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ കുഞ്ഞാലിമരയ്ക്കാർ എന്നറിയപ്പെട്ടു. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് കൊച്ചി, കൊല്ലം. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഹോർത്തുസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് വാൻ റീഡ് ആണ്.
നോക്കൂ, ഹോർത്തൂസ് മലബാറിക്കസ് ഔഷധ സസ്യങ്ങളാണല്ലോ. അപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്യാം. റീഡ് ചെയ്യാൻ പറ്റിയത് ആർക്കാണ്? ഈ വാൻ റീഡിനാണ്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് വാൻ റീഡാണ്. വാൻ റീഡിനെ സഹായിച്ച മലയാളിയാണ് ഇട്ടി അച്യുതൻ വൈദ്യർ. വാൻ റീഡിനെ സഹായിച്ച മലയാളി ഇട്ടി അച്യുതൻ വൈദ്യർ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1600. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള കച്ചവടത്തിനായാണ് ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. ആര്? ബ്രിട്ടീഷുകാര്. ഓക്കെ, ഏതാ വർഷം? 1600. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യ വാണിജ്യ കേന്ദ്രമായിരുന്നു സൂററ്റ്. ഗുജറാത്തിലുള്ള സൂററ്റിലായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ആദ്യ വാണിജ്യ കേന്ദ്രം തുറന്നത്. എവിടെയായിരുന്നു? സൂററ്റ്. എവിടെയാണ്? ഗുജറാത്ത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് 1664. ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളാണ് പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു? പോണ്ടിച്ചേരി. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം പോണ്ടിച്ചേരി. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെട്ടു. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്ലാസി യുദ്ധമാണ്. 1757 റോബർട്ട് ക്ലൈവ് ബംഗാളിലെ നവാബായ സിറാജ് ദൗളയെ തോൽപ്പിച്ചു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധം 1757 റോബർട്ട് ക്ലൈവ് ബംഗാളിലെ നവാബായ സിറാജ് ഉദ്ദൗളയെ തോൽപ്പിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. കറുത്ത പിന്നെന്ന് അറിയപ്പെടുന്നത് കുരുമുളക്. വാസ്കോഡ് ഗാമ കോഴിക്കോടിനടുത്ത് കാപ്പാട് കപ്പലിറങ്ങിയത് 1498 മെയ് 20. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവ, ദാമൻ, ദിയോ. പറങ്കികൾ എന്നറിയപ്പെട്ടത് പോർച്ചുഗീസുകാർ. കോട്ടപ്പുറം കോട്ട തൃശ്ശൂർ, സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ എന്നിവ നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, കശുവണ്ടി, വറ്റൽമുളക്, പുകയില എന്നിവ കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. കേരളത്തിൽ അച്ചടി യന്ത്രത്തിന്റെ പ്രചരണത്തിനിടയാക്കിയതും ചവിട്ടുനാടകം എന്ന കലാരൂപത്തിന്റെ വികസനത്തിനും കാരണം പോർച്ചുഗീസുകാർ. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ കുഞ്ഞാലി മരക്കാർ. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചി, കൊല്ലം. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് വാൻ റീഡ്. വാൻ റീഡിനെ സഹായിച്ച മലയാളിയാണ് ഇട്ടി അച്യുതൻ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1600. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രമാണ് സൂററ്റ്, ഗുജറാത്ത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് 1664. ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം പോണ്ടിച്ചേരി. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം 1757. റോബർട്ട് ക്ലൈവ് ബംഗാളിലെ നവാബായ സിറാജ് ഉദ്ദൗളയെ തോൽപ്പിച്ചു. ഓക്കെ, ബംഗാൾ പൂർണ്ണമായും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായ യുദ്ധമാണ് ബക്സാർ യുദ്ധം 1764. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗാൾ പൂർണ്ണമായും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായ യുദ്ധമാണ് ബക്സാർ യുദ്ധം 1764. ബ്രിട്ടീഷുകാർ ഷാ ആലം രണ്ടാമൻ, മുഗൾ രാജാവ് ഷുജാ ഉദ്ദൗള, അവധിലെ നവാബ് മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെ പരാജയപ്പെടുത്തി. ആരാണ്? ബ്രിട്ടീഷുകാർ. ഷാ ആലം രണ്ടാമൻ മുഗൾ രാജാവ്, ഷുജാ ഉദ്ദൗള അവധിലെ നവാബായിരുന്നു, മിർ കാസിം മുൻ ബംഗാൾ നവാബായിരുന്നു എന്നിവരുടെ സംയുക്ത സൈന്യത്തെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് ബംഗാളിനെ പൂർണ്ണമായും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാക്കിയത്. ഈ യുദ്ധം അറിയപ്പെടുന്നത് ബക്സാർ യുദ്ധം. വർഷം 1764. റോബർട്ട് ക്ലൈവുമായി രഹസ്യധാരണ ഉണ്ടാക്കിയ സിറാജ് ഉദ്ദൗളയുടെ സൈന്യാധിപനാണ് മിർ ജാഫർ. റോബർട്ട് ക്ലൈവുമായി രഹസ്യധാരണ ഉണ്ടാക്കിയ സിറാജ് ഉദ്ദൗളയുടെ സൈന്യാധിപനാണ് മിർ ജാഫർ.
ടിപ്പു സുൽത്താൻ മരണം വരിച്ച യുദ്ധമാണ് 4ാം മൈസൂർ യുദ്ധം, വർഷം 1799. ടിപ്പു സുൽത്താൻ മരണം വരിച്ച യുദ്ധം 4ാം മൈസൂർ യുദ്ധം, വർഷം 1799. മൈസൂർ യുദ്ധങ്ങളുടെ ബ്രിട്ടീഷ് ആധിപത്യത്തിലായ പ്രദേശങ്ങളാണ് മലബാർ, കൂർഗ് എന്നിവ. മൈസൂർ യുദ്ധങ്ങളുടെ ബ്രിട്ടീഷ് ആധിപത്യത്തിലായ പ്രദേശങ്ങളാണ് മലബാർ, കൂർഗ് എന്നിവ. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടി ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടി ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷവും ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ക്രമത്തിൽ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. പോഡ ബ്രീഫ്രേ എന്ന് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം, കോഡായിട്ട് പഠിക്കാം. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. എങ്ങനെ കണക്ട് ചെയ്യാം? സൈന്യങ്ങൾ ഏറ്റവും കൂടുതൽ പണ്ട് ഉപയോഗിച്ചിരുന്നത് വില്ലാണ്. എന്താണ്? വില്ലാണ്. അമ്പും വില്ലും. അപ്പൊ വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കി. സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാരുമായി യോജിച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ഏതെല്ലാമാണ്? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ എന്നിവ സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാരുമായി യോജിച്ച നാട്ടുരാജ്യങ്ങളാണ്. ദത്താവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ദത്താവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. ദത്താവകാശ നിരോധന നയത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ് സത്താറ, സാമ്പൽപൂർ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നിവ. ദത്താവകാശ നിരോധന നയത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ് സത്താറ, സാമ്പൽപൂർ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നിവ. ക്ലിയർ ആയോ? അപ്പൊ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ബംഗാൾ പൂർണ്ണമായും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായ യുദ്ധം ബക്സാർ യുദ്ധം 1764. ബ്രിട്ടീഷുകാർ ഷാലം രണ്ടാമനെയും ഷുജാഉദ്ദൗള, മിർകാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെ പരാജയപ്പെടുത്തി. റോബർട്ട് ക്ലൈവുമായി രഹസ്യധാരണ ഉണ്ടാക്കിയ സിറാജ് ഉദ്ദൗളയുടെ സൈന്യാധിപനാണ് മിർ ജാഫർ. ടിപ്പു സുൽത്താൻ മരണം വരിച്ച യുദ്ധമാണ് 4ാം മൈസൂർ യുദ്ധം. മൈസൂർ യുദ്ധങ്ങളുടെ ബ്രിട്ടീഷ് ആധിപത്യത്തിലായ പ്രദേശങ്ങളാണ് മലബാർ, കൂർഗ് എന്നിവ. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടി ഏത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ക്രമത്തിൽ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാരുമായി യോജിച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ എന്നിവ. ദത്താവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ദത്താവകാശ നിരോധന നയത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ് സത്താറ, സാമ്പൽപൂർ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നിവ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് ചെറുത്തുനിൽപ്പും 1ാം സ്വാതന്ത്ര്യ സമരവും. അപ്പൊ നമ്മൾ ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ സ്റ്റാർട്ട് ആവുന്നത് തന്നെ ഇവിടെ വെച്ചാണ്. ഓക്കെ, അപ്പൊ ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവും നോക്കാം. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. എവിടെയായിരുന്നു നഗോഡകൾ? ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. ബംഗാളിൽ കർഷകർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ അറിയപ്പെട്ടത് സാഹൂക്കാർ എന്നാണ്. ബംഗാളിൽ കർഷകർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ, പണം കൊടുത്ത് സഹായിക്കുന്ന ആളുകൾ സാഹൂക്കാർ, സഹായിക്കുന്ന ആളുകൾ സാഹൂക്കാർ. ക്ലിയർ അല്ലേ? അപ്പൊ കണക്ട് ചെയ്താണ്. കൃഷിക്കാരിൽ നിന്നും നികുതി പിരിച്ചെടുക്കാനുള്ള ഇടനിലക്കാരാണ് ജമീന്ദാർമാർ. അപ്പം ജമീന്ദാർമാരുടെ ഡ്യൂട്ടി എന്തായിരുന്നു? കൃഷിക്കാരിൽ നിന്ന് നികുതി പിരിച്ചെടുക്കുന്ന ഇടനിലക്കാരായി വർത്തിക്കുക എന്നതാണ് ജമീന്ദാർമാർ ചെയ്തിരുന്നത്. ക്ലിയർ ആണോ? കൃഷിക്കാരിൽ നിന്നും നികുതി പിരിച്ചെടുക്കാനുള്ള ഇടനിലക്കാരായിരുന്നു ജമീന്ദാർമാർ. ഇന്ത്യയിൽ റെയിൽവേക്ക് തുടക്കം കുറിച്ചത് 1853 ഏപ്രിൽ 16 ബോംബെയിൽ നിന്ന് താന വരെ. ഇന്ത്യയിൽ റെയിൽവേ തുടക്കം കുറിച്ചത് എപ്പോഴാണ്? 1853 ഏപ്രിൽ 16. 1853 ഏപ്രിൽ 16 ബോംബെ ടു താനെ. കേരളത്തിൽ റെയിൽവേക്ക് തുടക്കം കുറിച്ചത് 1861 മാർച്ച് 12. കേരളത്തിൽ റെയിൽവേക്ക് തുടക്കം കുറിച്ചത് 1861 മാർച്ച് 12. തിരൂർ ടു ബേപ്പൂർ, തിരൂർ ടു ബേപ്പൂർ. 18ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങളാണ് സന്യാസി കലാപം, ഫക്കീർ കലാപം എന്നിവ.
18ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങളാണ് സന്യാസി കലാപം, ഫക്കീർ കലാപം എന്നിവ. അപ്പോൾ സന്യാസി കലാപവും ഫക്കീർ കലാപവും ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബംഗാളിലെ കാർഷിക കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ. ഈ സന്യാസി കലാപം നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? ആനന്ദമഠം അല്ലെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് എടുത്തതാണ് വന്ദേ മാതരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ആനന്ദമഠം സന്യാസി കലാപം പ്രതിപാദിക്കുന്ന ഒരു നോവലാണ് അല്ലെ. ക്ലിയർ അല്ലേ? ഓക്കെ. മലബാറിൽ നടന്ന കർഷക കലാപമാണ് മാപ്പിള കലാപം അഥവാ മലബാർ കലാപം. മലബാറിൽ നടന്ന കർഷക കലാപമാണ് മാപ്പിള കലാപം അഥവാ മലബാർ കലാപം. ബംഗാളിൽ നടന്ന മാപ്പിള കർഷക കലാപമാണ് ഫറാസി കലാപം കേട്ടോ. എന്താണ്? മലബാറിൽ നടന്ന കർഷക കലാപം അറിയപ്പെട്ടത് മാപ്പിള കലാപം എന്നും മലബാർ കലാപം എന്നും അറിയപ്പെട്ടു. എന്നാൽ ബംഗാളിൽ നടന്ന മാപ്പിള കർഷക കലാപം ഫറാസി കലാപം എന്നറിയപ്പെട്ടു. ബംഗാളിൽ നടന്ന മാപ്പിള കർഷക കലാപം ഫറാസി കലാപം എന്നറിയപ്പെട്ടു. എന്നാൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങൾ ഏതെല്ലാമായിരുന്നു? സന്യാസി കലാപവും ഫക്കീർ കലാപവും. അപ്പം മാറിപ്പോവരുത്. എന്താണ്? ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങളായിരുന്നു സന്യാസി കലാപം, ഫക്കീർ കലാപം എന്നിവ. എന്നാൽ ബംഗാളിൽ നടന്ന മാപ്പിള കർഷക കലാപമാണ് ഫറാസി കലാപം എന്നറിയപ്പെട്ടു. സാന്താൾ കലാപത്തിന്റെ നേതാക്കൾ ആരെല്ലാമായിരുന്നു? സിദ്ധു, കാനു എന്നിവർ സാന്താൾ കലാപത്തിന്റെ നേതാക്കളായിരുന്നു. ആരെല്ലാമായിരുന്നു? സിദ്ധു, കാനു എന്നിവർ സാന്താൾ കലാപത്തിന്റെ നേതാക്കളായിരുന്നു. പഴശ്ശി കലാപം അടിച്ചമർത്തിയ മലബാർ സബ് കളക്ടറാണ് TH ബേബർ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ മലബാർ സബ് കളക്ടറാണ് TH ബേബർ. പഴശ്ശിയെ യുദ്ധത്തിൽ സഹായിച്ച പടയാളികളാണ് തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ. പഴശ്ശിയെ യുദ്ധത്തിൽ സഹായിച്ച പടയാളികളാണ് തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ. ക്ലിയർ ആണ്? അപ്പൊ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. നോക്കാം. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ നഗോഡകൾ എന്നറിയപ്പെട്ടു. ബംഗാളിൽ കർഷകർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ സാഹുക്കാർ. കൃഷിക്കാരിൽ നിന്ന് നികുതി പിരിച്ചെടുക്കാനുള്ള ഇടനിലക്കാരാണ് ജമീന്ദാർമാർ. ഇന്ത്യയിൽ റെയിൽവേക്ക് തുടക്കം കുറിച്ചത് 1853 ഏപ്രിൽ 16 ബോംബെ ടു താനെ. കേരളത്തിൽ റെയിൽവേക്ക് തുടക്കം കുറിച്ചത് 1861 മാർച്ച് 12 തിരൂർ ടു ബേപ്പൂർ. 18ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങളാണ് സന്യാസി കലാപവും ഫക്കീർ കലാപവും. മലബാറിൽ നടന്ന കർഷക കലാപമാണ് മാപ്പിള കലാപം അഥവാ മലബാർ കലാപം എന്നറിയപ്പെട്ടു. ബംഗാളിൽ നടന്ന മാപ്പിള കർഷക കലാപമാണ് ഫറാസി കലാപം. സാന്താൾ കലാപത്തിന്റെ നേതാക്കളായിരുന്നു സിദ്ധു, കാനു എന്നിവർ. കാനു എന്നാണ് ശരിക്കും നമ്മൾ വായിക്കണം കേട്ടോ. ഇവിടെ കാൻഹു എന്നൊക്കെ തന്നിട്ടുണ്ട്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ മലബാർ സബ് കളക്ടറാണ് TH ബേബർ. പഴശ്ശി യുദ്ധത്തിൽ സഹായിച്ച പടയാളികളാണ് തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവർ. ക്ലിയർ അല്ലേ? തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ പഴശ്ശിയെ യുദ്ധത്തിൽ സഹായിച്ച പടയാളികളാണ്. ക്ലിയർ ആണോ? അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങൾ എവിടെയെല്ലാമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതൊരു ടേബിൾ തന്നിരിക്കുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേബിളിൽ തന്ന പോർഷൻസ് വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. നോക്കാം. ബീലുകൾ മറാത്തയിലാണ്. ബീലുകൾ എവിടെയാണ്? മറാത്ത, മഹാരാഷ്ട്ര. കോലികൾ അഹമ്മദ് നഗർ. കോലികൾ എവിടെയാണ്? അഹമ്മദ് നഗർ. എവിടെയാണ്? മഹാരാഷ്ട്ര. കോളുകൾ ഛോട്ടാ നാഗ്പൂർ, ജാർഖണ്ഡ്. കോളുകൾ ഛോട്ടാ നാഗ്പൂർ, ജാർഖണ്ഡ്. സാന്താൾമാർ രാജ്മഹൽ കുന്നുകളിൽ നിന്നാണ്, ജാർഖണ്ഡ് തന്നെയാണ്. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ്? ബീലുകൾ മറാത്ത, മഹാരാഷ്ട്ര. കോലുകൾ അഹമ്മദ് നഗർ, മഹാരാഷ്ട്ര. കോലുകൾ ഛോട്ടാ നാഗ്പൂർ, ജാർഖണ്ഡ്. സാന്താൾമാർ രാജ്മഹൽ കുന്നുകൾ, ജാർഖണ്ഡ്. ഒന്നുകൂടെ. ബീലുകൾ മറാത്ത, കോലുകൾ അഹമ്മദ് നഗർ, കോളുകൾ ഛോട്ടാ നാഗ്പൂർ, സാന്താൾ രാജ്മഹൽ കുന്ന്, കുറിച്ചർ വയനാട്. കുറിച്ചർ എവിടെയാണ്? വയനാട്. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയ നാട്ടുരാജാക്കന്മാരും പ്രഭുക്കന്മാരും. രാജാ ചേത് സിംഗ് എവിടെ നിന്നാണ്? ഔദിൽ നിന്നാണ്. രാജാ ചേത് സിംഗ് ഔദ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തിരുനെൽവേലി. മരുതുപാണ്ഡ്യൻ ശിവഗംഗ. പഴശ്ശിരാജ മലബാർ. കിട്ടു ചെന്നമ്മ കർണാടക. പാലിത്തച്ചൻ കൊച്ചി. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയ നാട്ടുരാജാക്കന്മാരും പ്രഭുക്കന്മാരും രാജാ ജേത് സിംഗ് ഔദ്, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തിരുനെൽവേലി, മരുതുപാണ്ഡ്യൻ ശിവഗംഗ, പഴശ്ശിരാജ മലബാർ, കിട്ടൂർ ചെന്നമ്മ കർണാടക, പാലിത്തച്ചൻ കൊച്ചി. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചൊന്ന് പറഞ്ഞു നോക്കിയാലോ? അതായിരിക്കും കുറച്ചുകൂടെ
പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുക. ഒന്നുകൂടെ നോക്കാം. ഔദിലെ രാജാ ജയ്ത് സിംഗ്, തിരുനെൽവേലിയിൽ നിന്ന് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിൽ നിന്ന് മരുതുപാണ്ഡ്യൻ, മലബാറിൽ നിന്ന് പഴശ്ശിരാജ, കർണാടകയിൽ നിന്നും കിട്ടൂർ ചെന്നമ്മ, കൊച്ചിയിൽ നിന്നും പാലിത്തച്ചൻ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റിലോട്ട് നോക്കാം. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809 ജനുവരി 11. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് 1809 ജനുവരി 11. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. ശിപായി ലഹള ആരംഭിച്ച സ്ഥലമാണ് മീററ്റ്, UP ആണ്. ശിപായി ലഹള ആരംഭിച്ചത് എവിടെയാണ്? മീററ്റിൽ നിന്നാണ്, UPയിലാണ്. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി, അതായത് ഷഹീൻ ഷാ ഹിന്ദുസ്ഥാനായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി അതായത് ഷഹൻ ഷാ ഹിന്ദുസ്ഥാനായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെ. കാൺപൂരിൽ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. കാൺപൂരിൽ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഝാൻസി ഗോളിയോർ എന്നിവിടങ്ങളിൽ റാണി ലക്ഷ്മിബായി, ലക്നൗ അവധ് എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആര ജഗദീഷ്പൂർ എന്നിവിടങ്ങളിൽ കൻവർ സിംഗ്. ബഹദൂർ ഷാ രണ്ടിനെ നാടുകടത്തിയത് എങ്ങോട്ടാണ്? ബർമയിലെ റങ്കൂണിലേക്ക്. ബർമയുടെ ഇപ്പോഴത്തെ പേര് മ്യാൻമർ എന്നാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചത് 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തോടെയാണ്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങൾ ആരെല്ലാമാണ്? മറാത്തയിൽ നിന്നും ബീലുകൾ, അഹമ്മദ് നഗറിൽ നിന്നും കോലികൾ, ഛോട്ടാ നാഗ്പൂറിൽ നിന്നും കോളുകൾ, രാജ്മഹൽ കുന്നിൽ നിന്നും സാന്താൾമാർ, വയനാട്ടിൽ നിന്നും കുറിച്ച്. ഇവരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങൾ. അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയ നാട്ടുരാജ്യക്കന്മാരും പ്രഭുക്കന്മാരും ആരെല്ലാമാണെന്ന് നോക്കാം. ഔധിൽ നിന്നും രാജാ ജയ്ത് സിംഗ്, തിരുനെൽവേലിയിൽ നിന്നും വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിൽ നിന്നും മരുതുപാണ്ഡ്യൻ, മലബാറിൽ നിന്നും പഴശ്ശിരാജ, കർണാടകയിൽ നിന്നും കിട്ടൂർ ചിന്നമ്മ, കൊച്ചിയിൽ നിന്നും പാലിത്തച്ചൻ എന്നിവരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയ നാട്ടുരാജാക്കന്മാർ. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. ശിപായി ലഹള ആരംഭിച്ചത് മീററ്റിൽ നിന്നാണ്. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി വാഴിച്ച ബഹദൂർ ഷാ രണ്ടാമനെ. കാൺപൂരിൽ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് നാനാ സാഹിബ് താന്തിയ തോപ്പിയും. ഝാൻസി ഗോളിയർ എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയ റാണി ലക്ഷ്മിബായി. ലക്നൗ അവധ് എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ. ഫൈസാബാദിൽ നിന്നും മൗലവി അഹമ്മദുള്ള, ആര ജഗദീഷ്പൂർ കൻവർ സിംഗ്. ബഹദൂർ ഷാ രണ്ടിനെ നാടുകടത്തിയത് എങ്ങോട്ടാണ്? ബർമയിലെ റങ്കൂണിലേക്ക്. ബർമയുടെ ഇപ്പോഴത്തെ പേര് മ്യാൻമർ എന്നാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചത് 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തോടെയാണ്. കൂട്ടുകാരെ, അടുത്തത് 7ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായമാണ് ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ഓക്കെ, അപ്പം ഇത് ശരിക്കും ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പോർഷനായിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ, വീഡിയോ ലെങ്ത് ആയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, കേൾക്കുന്ന നിങ്ങൾക്കും അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ് ഉടനെ തന്നെ ചെയ്യുന്നതാണ്. ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ വരുന്ന ചാപ്റ്ററാണ് കേട്ടോ ഇനി അങ്ങോട്ടുള്ളത്. സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ അതിലും രണ്ടിലും കൂടെ ഉൾപ്പെടുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്